മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ജനം ടി വി ലേറ്റസ്റ്റ് ആയിട്ട് വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. പറവൂരില് നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള സംഘടനയായിട്ടുള്ള തീവ്രവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ബസ് സ്റ്റോപ്പ്. ഞാൻ അതിന്റെ ഫോട്ടോയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കൊടുത്തിരിക്കുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 2018 ഫെബ്രുവരി 17 പോപ്പുലർ ഫ്രണ്ട് ഡേയിൽ നാടിന് സമർപ്പിക്കുന്നു ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2022 നമ്മുടെ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത്. എന്നിട്ട് ഈ ഒരു സമയം വരെ പറവൂരില് ഇത്തരത്തിലൊരു ബസ് സ്റ്റോപ്പ് ഇത്രയും കാലം അവിടെ ഉണ്ട് എന്നുള്ളത് എത്ര ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ്. ഇതെന്തുകൊണ്ടാണ് പോലീസിന്റെ ശ്രദ്ധയിൽ പെടാത്തത്? ഇനി പോലീസിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ ആളുകൾ എന്തുകൊണ്ടാണ് പോലീസിനെ വിവരം അറിയിക്കാത്തത്? ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയല്ലേ. 2022 നിരോധിച്ച ഒരു തീവ്രവാദ സംഘടനയുടെ പേരിൽ നമ്മുടെ കേരളത്തില് പറവൂരില് ഇന്നും ഒരു ബസ് സ്റ്റോപ്പ് എന്നുള്ളത് എത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ ഇവിടെയാണ് ED പോപ്പുലർ ഫ്രണ്ടിന് നേരെയല്ല, SUPIക്ക് നേരെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. SUPIക്ക് നേരെ ED വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. SUPI എന്ന് പറയുന്നത് ഉള്ളിൽ ജിഹാദും പുറത്ത് കൃത്യമായിട്ടൊരു സാമൂഹിക പ്രസ്ഥാനമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ED ഈ അടുത്താണ് പുറത്തു വിട്ടിട്ടുള്ളത്. അത് തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ടും ഇത്തരത്തിലുള്ള ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വലിയ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം. നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ പേരിൽ ഒരു ബസ് സ്റ്റോപ്പ്, എന്നിട്ട് അത് ഇത്രയും സമയമായിട്ട് വർഷങ്ങൾ മുന്നോട്ട് വന്നിട്ടും അതിനെതിരെ ഒരു നടപടിയുമില്ല. അതൊന്നും അവിടുന്ന് നീക്കം ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതൊരു ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. എന്തിനാണത് ചർച്ച ചെയ്യേണ്ട ആവശ്യകത? സകലരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഒരു സംഘടനയെ നിരോധിച്ചാൽ അതിന്റെ ബസ് സ്റ്റോപ്പുകൾ കണ്ടാൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് കണ്ടാലും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ആളുകൾ വിവരം അറിയിക്കണം എന്നുള്ളൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു വിഷയമൊക്കെ വലിയ ചർച്ചയാക്കണം. നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ കേരളത്തിലെ പുതുതലമുറക്ക് നമ്മുടെ രാജ്യത്തൊരു നിരോധിച്ച ഏതൊരു സംഘടനയുടെ ഏതൊരു പ്രവൃത്തി കണ്ടാലും നിങ്ങളത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിവരം അറിയിക്കണം എന്നുള്ളൊരു ബോധവൽക്കരണം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തണം. എന്നാലേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയിക്കൂ. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെ ജിഹാദ് പോലെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതൊരു തെറ്റാണ് എന്നെങ്കിലും ഇവിടെയുള്ള മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യണം. എന്നാലേ പുതിയ തലമുറയിലെ യുവാക്കള് ഇത്തരം ആളുകളൊക്കെ തന്നെ അതിലേക്ക് പോവാതിരിക്കൂ. ഇതൊരു തെറ്റാണെന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളൊക്കെ സംസാരിക്കുന്ന പല സമയങ്ങളില് നമ്മുടെ സുഹൃത്തുക്കളൊക്കെയായി സംസാരിക്കുമ്പോൾ തന്നെ ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണെന്ന് പറയുമ്പോൾ അതെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവർ ചെയ്ത കൊലകളെ കുറിച്ച് മുന്നോട്ട് വെക്കുമ്പോഴാണ് ശരിയാണല്ലോ എന്ന് അവര് പോലും കരുതുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു ബോധവൽക്കരണം നടത്തണം. നമ്മളൊക്കെ തന്നെ കണ്ടാണ് വയനാട് വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കുന്ന സമയത്ത് SIO സോളിഡാരിറ്റി എന്ന ഒരു സംഘടന വലിയ രീതിയിൽ എന്ത് പ്രകടനം, അതും എവിടെ? വയനാട്ടിൽ തന്നെ. എന്തിനു വേണ്ടിയിട്ട്? എവിടെയോ ചത്തുമലന്ന ഒരു ഭീകരവാദിക്ക് വേണ്ടി, ഇസ്മായിൽ ഹനിയക്ക് വേണ്ടി. നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകള് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മോട് വേർപിരിഞ്ഞ് വലിയ വേദനയോട് കൂടിയിട്ട് ഞാനും നിങ്ങളും നമ്മുടെ കേരളവും നമ്മുടെ രാജ്യവും മുന്നോട്ട് പോകുന്നൊരു സന്ദർഭത്തില് ഏതോ ഒരു സ്ഥലത്ത് ചത്തുമലഞ്ഞ ഒരു ഭീകരന് വേണ്ടിയിട്ട് നമ്മുടെ വയനാട്ടിൽ നിന്ന് പ്രകടനം വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്താ ആളുകൾ കരുതുക? ഇതൊക്കെ തെറ്റാണ് എന്നൊരു ചർച്ച ഇവിടെ നടന്നില്ല. ഇവിടെ ബസ് സ്റ്റോപ്പുകളിൽ ഭീകരവാദ സംഘടനകള്, ഭീകരവാദ മേധാവികള്, ആനപ്പുറത്ത് ഭീകര മേധാവികള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആനപ്പുറത്ത് കയറ്റി വെച്ച ഭീകരര യഹിയ സിൻവാർ, ഇസ്മായിൽ ഹനിയ, ഹസൻ നസ്രുള്ള, ഇത്തരം ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനകളുടെ നേതാക്കന്മാരുടെ ഫോട്ടോ
ഇത് തെറ്റാണെന്ന് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തേ പറ്റൂ. എന്നാലേ നമ്മുടെ പുതുതലമുറ, നമ്മുടെ യുവാക്കള് ഇവർക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ഇത് തെറ്റാണെന്ന് പറയുന്നത് ഇവിടെ എന്തോ കുറെ ആളുകൾക്ക്, അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയാ ഇവിടെ പലതും ചെയ്യുന്നത്. അത്തരത്തിലല്ലേ ബോധമുള്ള ആളുകൾ തിരിച്ചറിയേണ്ടത്. വയനാട് ദുരന്തമുഖം നടക്കുമ്പോൾ പോലും ഇസ്മായിൽ ഹനിയക്ക് വേണ്ടിയിട്ട് ഈ പ്രകടനമൊക്കെ വിളിച്ച ആളുകളുടെയൊക്കെ ഒരു മനസ്സെന്തായിരിക്കും? അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത്തരം ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ഇതിപ്പോ PFIന്റെ ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മൾ കണ്ടത്. ഇത് 2022 നമ്മുടെ രാജ്യത്ത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. എന്നിട്ട് ഈ സമയം വരെ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ അവിടെ അത് പരാതി കൊടുക്കാനൊക്കെ ആളുകൾക്ക് ഭയമായിരിക്കാം. നമുക്കറിയാലോ അവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്നതാണ്. നമ്മളും ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്ന് രാവിലത്തെ വീഡിയോയിലും ഉണ്ട് പണി തരും എന്നൊക്കെ പറഞ്ഞ് ഓരോ ആളുകൾ വന്ന് കമന്റ് തരുന്നത്. നീ വെയിറ്റ് ചെയ്യൂ, കാത്തിരിക്കൂ, എന്റെ വാട്സാപ്പിലേക്ക് വരുന്നുണ്ട്. നമ്മളതൊക്കെ തന്നെ ഡോക്യുമെന്റ് ആക്കി പരമാവധി എത്തിക്കേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സകല ആളുകളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്താ? നമുക്കിവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തില് തീവ്രവാദത്തിനെതിരെ പോലും സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലല്ലേ നമ്മുടെ കേരളം ഇപ്പോ മുന്നോട്ട് പോകുന്നത്? ഞാൻ ഇന്നേ വരെ ആയിട്ട് നിങ്ങൾ ആലോചിക്കണം, ഒരു മതത്തിനെതിരെയും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മതങ്ങളും ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വെക്കാറില്ല. അതേസമയം നമ്മൾ തീവ്രവാദത്തെ, ഭീകരവാദത്തെ, നമ്മുടെ രാജ്യത്ത് ജിഹാദിസം ആര് വളർത്താൻ ശ്രമിച്ചാലും അവർക്കെതിരെ, ഭീകരവാദത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഭീഷണിയാണ്, ഒരുപാട് നിരന്തരം ഭീഷണി. കമന്റ് ബോക്സുകളിലാണ് കമന്റ് ബോക്സുകൾ, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ ഇൻബോക്സിലേക്ക് നിരന്തരം ഭീഷണി. ഈ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ നിരന്തരം തീവ്രവാദത്തിനെതിരെ നിലകൊണ്ടാൽ പോലും നമ്മുടെ കേരളത്തില് വലിയ ഭീഷണികള്, അതിൽ ഒരുപാട് പുതിയ തലമുറയിലെ ആളുകൾ പോലുമുണ്ട് ഭീഷണിയൊക്കെ അയക്കുന്നതില്. അവരെയൊന്നും ഒരു ബോധവൽക്കരണം, അവർക്കൊന്നും കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവാഞ്ഞിട്ടാ ഇത് ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ആളുകളെ കൂടെ ആയിരിക്കും ജീവിക്കുക. അത് ഏറ്റവും വലുത് എന്ന് ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിനുവേണ്ടി മരിക്കാനും തയ്യാറാവുക. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ജിഹാദിസം വളർത്തുന്നവർക്കെതിരെ, ഭീകരവാദം വളർത്തുന്നവർക്കെതിരെ, തീവ്രവാദം വളർത്തുന്നവർക്കെതിരെ, അതിനെ അനുകൂലിക്കുന്നവർക്കെതിരെ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ചർച്ചകൾ നടത്തണം. എന്നാലേ നമ്മുടെ കേരളം ഒക്കെ ഒരു സമാധാന അന്തരീക്ഷത്തില് മുന്നോട്ട് പോവോ. ഇവിടെ തീവ്രവാദത്തിനെതിരെ പോലും സംസാരിച്ചാൽ ഭീഷണികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് മറ്റാരുടെ അടുത്തേക്കും പോണ്ട, എന്റെ വാട്സാപ്പിലേക്ക് വന്നാൽ മതി, ഏതൊരാൾക്കും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ അപകടം തന്നെയാണ് 2022 നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയുടെ ബസ് സ്റ്റോപ്പ് ഇന്നും പറവൂരിൽ ഉണ്ട് എന്നുള്ളത് വലിയ അപകടം തന്നെയാണ്. അത് സകല ആളുകളും തിരിച്ചറിയുക.